ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മുഫീദ നഫൽ ഫ്രം മൈ ഫാഷൻ. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ റോ മെറ്റീരിയൽസ് ഏതൊരു ബിസിനസ് ആയാലും, ഓൺലൈൻ ബിസിനസ് ആയാലും ഓഫ്ലൈൻ ബിസിനസ് ആയാലും, റോ മെറ്റീരിയൽസ് ഏറ്റവും കുറഞ്ഞ പ്രൈസ് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് കാരണം നമ്മൾ പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയും കൂടെയാണ്. മീഷോന്ന് ഫാബ്രിക്സ്, നെറ്റ് ഫാബ്രിക്കൊക്കെ വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയും കൂടെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ബോണിങ് നെറ്റൊക്കെ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി നെറ്റ് ഫാബ്രിക്കും കൂടെ എന്തായാലും ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ട് ഷീറ്റ്സാണ് ഞാൻ വാങ്ങിയത്. അതായത് 10 മീറ്റേഴ്സ് നെറ്റ് ഫാബ്രിക്കും 3 മീറ്റേഴ്സ് സാറ്റിൻ ഫാബ്രിക്കും എന്നുള്ളൊരു കോംബോ കേട്ടോ. നല്ല ഓഫറിലാണ് പ്രൈസ് കണ്ടിട്ടുണ്ടായത്. നമ്മളിപ്പോൾ ലോക്കൽ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും നല്ലൊരു ഓഫർ പ്രൈസിലാണ് കണ്ടത്. അപ്പോൾ എന്തായാലും ഒന്ന് വാങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നമ്മൾ ലാവൻഡർ, നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡാണ് ലാവൻഡർ. നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നൊരു ഷെയ്ഡാണ്. അപ്പോൾ അതന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നോക്കാം കേട്ടോ. അപ്പോൾ സാറ്റിൻ വന്നിട്ട് നമ്മളിപ്പോൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു സാറ്റിനല്ല, ഒരു പേപ്പർ സാറ്റിൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ഫാബ്രിക്കാണെന്ന് തോന്നുന്നു. നമുക്ക് കോട്ടൺ ഫാബ്രിക്കൊക്കെ ഇൻസൈഡ് യൂസ് ചെയ്യുന്നവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടാവും ഇത്. നമ്മൾ നോർമൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന 100 റുപ്പീസിന് 90 റുപ്പീസിനൊക്കെ വാങ്ങുന്ന ആ ഒരു സാറ്റിൻ്റെ ആ ഒരു ഫിനിഷിംഗ് അല്ല ഇതിന് വരുന്നത്. എൻ്റെ കയ്യിലുള്ളത് ഞാൻ ഒന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ആ ഒരു ഫിനിഷിങ് ഡിഫറൻസ്. ഇതൊരു അങ്ങനെ ഒരു നമ്മൾ കോട്ടൺ ഫാബ്രിക്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പൊങ്ങി നിൽക്കാൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ 3 മീറ്റേഴ്സ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പം 3 മീറ്റേഴ്സ് ഉണ്ടോ എന്നുള്ളത് ഞാനൊന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പം 3 മീറ്റേഴ്സ് വന്നിട്ടുണ്ട് ഇത്. അപ്പം മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ ഓക്കെയാണിത്. പിന്നെ കമ്പാരിറ്റീവ്ലി വളരെ കുറഞ്ഞ റേറ്റിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് ഓക്കെയാണ്. പിന്നെ നമ്മൾ കോട്ടൺ ഫാബ്രിക് വെക്കുന്നതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. വേസ്റ്റ് അല്ല, നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും എന്ന് തന്നെ തോന്നുന്നു. ഇതിനെ കൊണ്ട് തന്നെ ചെയ്യാം എന്നുള്ളത് തോന്നി. പിന്നെ നമുക്ക് നെറ്റ് ഫാബ്രിക്കും കൂടെ നോക്കാം. നെറ്റ് ഫാബ്രിക് 10 മീറ്റേഴ്സാണ് കേട്ടോ പറഞ്ഞത് അതിൽ. അപ്പോൾ ഇതും നെറ്റ് നമ്മൾ വെച്ചിട്ട് നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ വരുന്ന നമ്മൾ 45 റുപ്പീസ്, നമുക്ക് 45 റുപ്പീസ് 50 റുപ്പീസിനാണ് കിട്ടുന്നത്. ആ ഒരു റേറ്റിൽ വരുന്ന ആ ഒരു സെയിം സംഭവം തന്നെയാണ് വരുന്നത്. അധികം സോഫ്റ്റ് അല്ല. ചിലത് നമുക്ക് ലോക്കൽ മാർക്കറ്റ് സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട്, ചിലത് കുറച്ചൊരു ഹാർഡ് അങ്ങനെ ഉണ്ടല്ലോ, ആ ഒരു അങ്ങനെയുള്ള വരുന്നത്. പിന്നെ ഇത് 50+ ഇഞ്ചസ് വരുന്നുണ്ട് കേട്ടോ ലെങ്ത്ത്. നമ്മൾ ചില കളേഴ്സ് നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് 44, 46 അങ്ങനെ ചെറിയ വേരിയേഷൻ ഉണ്ടാവാറുണ്ട്. ഇതിലിപ്പം വന്നിട്ടുള്ളത് 50 ഇഞ്ചസ് വരുന്നുണ്ട് ലെങ്ത്ത്. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടെ ആ ഒരു പ്രൈസിൽ എന്തായാലും കുറച്ചും കൂടെ നല്ലതാണ്. നമുക്ക് ലെയേഴ്സ് ഫ്രോക്കൊക്കെ ചെയ്യുന്ന സമയത്തായാലും അത് നമുക്ക് ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് നമുക്ക് നല്ലതാണല്ലോ. ഫ്രോക്കൊക്കെ ചെയ്യുന്നവർക്ക് മനസ്സിലാവും. ലെങ്ത്ത് കുറയുന്നതനുസരിച്ച് നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെയും നമ്മൾ ആ ഒരു അത്ര തന്നെ ഫാബ്രിക്സ് വാങ്ങേണ്ടി വരും. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ തന്നെ മടക്കി വെക്കുന്നത്. നെക്സ്റ്റ് പാക്ക് പൊളിക്കാം. ഞാൻ രണ്ട് ഡിഫറെൻറ്റ് ബ്രാൻഡിലാണ് വാങ്ങിയത്. എങ്ങനെയാണ് ക്വാളിറ്റി വരുന്നതെന്നൊക്കെ നോക്കാമെന്ന് വെച്ചിട്ട്. സെയിം കമ്പനീൻ്റെ വാങ്ങിയിട്ടില്ല, രണ്ട് കളേഴ്സും 2 ബ്രാൻഡിൻ്റെതാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പം രണ്ട് അഡ്രസ്സ് തന്നെയാണ് കേട്ടോ. എൻ്റെ പിൻകോഡൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തേതും കൂടെ പൊളിച്ച് നോക്കാം. ഞാൻ ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ കീറുന്നൊരു സ്വഭാവം കേട്ടോ. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കുന്നതാണ്. അപ്പം ഇതിൽ ഇവർ താങ്ക് യു കാർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അവർ എന്തൊക്കെ മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നുണ്ട്, വാട്സപ്പ് ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ അവരിൽ അതൊന്നും കൊടുത്തിട്ടുണ്ടായില്ല, ഇതിൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ സാറ്റിനാണ് ഫസ്റ്റ് വിളിച്ചോക്കിയത്. പക്ഷേ സെയിം ക്വാളിറ്റി തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. സാറ്റിൻ ഫാബ്രിക്കിൽ ആ ഒരു പേപ്പർ ഫിനിഷിങ് വരുന്ന ആ ഒരു സാറ്റിനാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു റോയൽ ബ്ലൂ വന്നിട്ട് എനിക്കൊരു മോമൻ കിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു കളറും കൂടെ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതിൽ നെറ്റ് ഫാബ്രിക്കും കൂടെ നമുക്ക് നോക്കി നോക്കാം. ഇത് സെയിം തന്നെയാണ് വരുന്നത് എന്നുള്ളത്. സെയിം തന്നെയാണ് വരുന്നത്. സെയിം ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. ലെങ്ത്തും കാര്യങ്ങളും സെയിം തന്നെയാണ് വരുന്നത്. 50 ഇഞ്ചസ് വരുന്ന ലെങ്ത്തും കാര്യങ്ങളൊക്കെ അത് തന്നെയാണ് വരുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു വൈറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കോട്ടൺ, ഈ സാറ്റിനും ഇതും. അപ്പോൾ അതിൽ സാറ്റിൻ ഈ സെയിം ഫാബ്രിക് തന്നെ വന്നിട്ടുണ്ടായത്. അപ്പോൾ അതാണ് നമുക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയോണ്ടാണ് കേട്ടോ ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം. ലിങ്ക് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
അപ്പം 2 ഫാബ്രിക്സാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. നമ്മൾ സാറ്റിൻ്റെ ക്വാളിറ്റി കുറച്ച് കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് കോട്ടൺ ഫാബ്രിക് ഒന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇറിറ്റേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു ഫാബ്രിക്കാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ കോട്ടൺ ഫാബ്രിക് യൂസ് ചെയ്യുമ്പോൾ ഇറിറ്റേഷൻ ബോഡി ടച്ച് ചെയ്യുന്ന ഭാഗത്ത് കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇറിറ്റേഷൻസ് ഉണ്ടാവില്ല. പിന്നെ എന്താ വെച്ചാൽ ഇത് കുറച്ച് സ്റ്റിഫായി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബോട്ടം പാർട്ടിലൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് പൊങ്ങി നിൽക്കുകയും ചെയ്യും. സാറ്റിൻ്റെ ആ ഒരു ഫിനിഷിങ് ഉള്ളതുകൊണ്ട് ആ ഒരു ലുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട്. അപ്പം എനിക്കിത് എന്തായാലും യൂസ്ഫുൾ ആണ്. കാരണം നമ്മളെന്തായാലും കോട്ടൺ ഫാബ്രിക് ഇൻസൈഡൊക്കെ വെക്കുന്നുണ്ട്. നമുക്കിത് യൂസ്ഫുൾ തന്നെയാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. പിന്നെ ഒരുപാട് ആൾക്കാർ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസ് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പം ഒരു 1 ഇയർ ഗ്യാപ്പിന് ശേഷമാണ് നമ്മളിപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ ചെറിയൊരു ലാഗ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് റീച്ച് ആട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇപ്പം റീസെൻ്റ്ലി നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള ഫ്രോക്സൊക്കെ ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചേർഡ് ഫ്രോക്കും പിന്നെ നമ്മൾ പാനൽ കട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്ര എഫേർട്ട് എടുത്തിട്ട് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ചെയ്യുമ്പം ഒരു 300 അല്ലെങ്കിൽ 400 അങ്ങനെ ഒരു വ്യൂസ് മാത്രം ഉണ്ടാകുമ്പം അത് ബുദ്ധിമുട്ടില്ലേ. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് റീച്ച് ആട്ടെ എന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം കുറച്ചൊന്ന് റീച്ചാൽ നമ്മൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.